അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഒന്നും നടക്കാത്തത് കൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നു. ആൾക്കാർ വന്നു തുടങ്ങിയപ്പോൾ അവരാരും അച്ഛനെ പൊങ്ങി നിൽക്കുന്ന സംഭവം കൊണ്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ച് ഭാര്യ സഹോദരൻ കൂടി ബോഡിയുടെ അരയ്ക്ക് താപ്പോട്ട് കിടന്നാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നേരമായിട്ടും സംഭവം താഴാത്തത് കൊണ്ട് എന്തോ പ്രേതബാധ അച്ഛന്റെ ദേഹത്ത് കയറിയെന്നും പറഞ്ഞ് ദുറൈക്കണ്ണാണെങ്കിൽ ഏതോ മന്ത്രവാദിയെ വിളിക്കാൻ വേണ്ടി പോയി. മന്ത്രവാദിയെ തേടി അവരെത്തിയത് ഒരു ആലയിലായിരുന്നു. ദുറൈക്കണ്ണ് മന്ത്രവാദിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒറ്റടിക്ക് വിറകി കയറി അവരെ പേടിപ്പിച്ചു. ആൾക്കാർ കേട്ട ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് ചെവി പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോഴേക്കും അവരോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അയാള്. ഇവിടെ സാമിക്കണ്ണാണെങ്കിൽ ഒരു ഡോക്ടറെ എങ്ങനെയൊക്കെ തപ്പിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ നേരെ റൂമിലേക്ക് കൊണ്ടുപോയി. എപ്പോഴും ഈ സംഭവം ഇതുപോലെ പൊങ്ങി നിൽക്കുമായിരുന്നു എന്ന് പെൻസിന്റെ ഭാര്യയോട് ഡോക്ടർ ചോദിച്ചു. ഭർത്താവിന്റെ സംഭവം ഇത്രയും പൊങ്ങി നിൽക്കുന്നത് പുള്ളിക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ ആലയുടെ അകത്തുനിന്ന് നമ്മുടെ മന്ത്രവാദി ഇറങ്ങി വന്നു. അയാളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയി. അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മന്ത്രവാദി ഈ ഡോക്ടറാണ് പേഷ്യന്റ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് മടിയിൽ പൊങ്ങിക്കിടന്ന കോട്ടിൽ അയാളിപ്പോ പൂജ ചെയ്യാണ്. ലാസ്റ്റ് ഒരു ആണി വെച്ചിട്ട് ചുറ്റിയിലുണ്ട് ഒരു ഒറ്റ അടിയായിരുന്നു.